ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളൊരു നാടൻ കോഴി വറുത്തരച്ചിട്ട് കറി വെക്കാൻ വേണ്ടി പോവുകയാണ്. കുറച്ച് നാടൻ കോഴി കിട്ടി, പെട്ടെന്നൊരു കറി ഉണ്ടാക്കിയെടുക്കുക. നാടൻ കോഴിക്ക് നല്ല വേവുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുക്കറിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും കുറച്ച് അധികം കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഞാനൊരു 4 വിസിൽ ആദ്യം അടുപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കണം. നമുക്ക് 4 വിസിൽ കഴിഞ്ഞിട്ട് പിന്നെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. ഇത് ആവശ്യത്തിന് കുരുമുളക് ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഈ ഇറച്ചിയിൽ നിന്ന് തന്നെ നെയ്യും പിന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരാനുണ്ട്. അപ്പോൾ ആ വെള്ളം എന്തായാലും ആയി വരും. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നൊന്ന് വേവിച്ചെടുക്കുക. ഇത് വേവാൻ കുറച്ചധികം സമയം വേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ കുക്കറിലിടുന്നത്. സാധാ കോഴിനെക്കാട്ടി കുറച്ചും കൂടെ കൂടുതൽ സമയം എടുക്കും കേട്ടോ അത് നാടൻ കോഴി വെന്തിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് കുറച്ച് നല്ല ടേസ്റ്റുള്ള ഇറച്ചിയായിരിക്കും നാടൻ കോഴീൻ്റെത്. മറ്റേ സാധാ കോഴീനെയും കാട്ടിയും കുറച്ചും കൂടെ ടേസ്റ്റുള്ള ഇറച്ചിയായിരിക്കും. നമുക്ക് നല്ല വറുത്തരച്ചിട്ടാട്ടൊന്ന് കറി വെക്കാൻ പോകുന്നത്. നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് അടുപ്പത്ത് വെച്ച് 4 വിസിൽ അടുപ്പിച്ചെടുക്കാം. ആദ്യം ഇതിലേക്ക് കുറച്ച് തേങ്ങ വേണം വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് തേങ്ങയും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ അത് ഒരു വലിയൊരു ഉരുളക്കിഴങ്ങ് പിന്നെ മുറിച്ച് വെച്ചതാണ്. അത് നമുക്ക് 4 വിസിൽ അടുപ്പിച്ചെടുത്ത ഇറച്ചിയിലേക്ക് നമുക്ക് ഇത് ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 4 വിസിലും കൂടെ അടുപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഇറച്ചി വെന്തിട്ടും. ഉരുളക്കിഴങ്ങ് വെന്തുടഞ്ഞൊന്നും പോവില്ല കേട്ടോ. ആദ്യം ഒരു 4 വിസിൽ അടുപ്പിച്ചിട്ട് പിന്നെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വെന്തുടഞ്ഞു പോവില്ല. നമുക്കിത് തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കുക. ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാൻ, ഇല്ലാത്തതും കൊണ്ടാണ് ചേർക്കാത്തത്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. തേങ്ങ നന്നായിട്ട് വറുത്തൊരു ബ്രൗൺ കളറാകുന്നവരെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂടാറിയിട്ട് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്കിത് ഒരു മൺചട്ടി എടുത്തിട്ട് വെച്ചതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റി വന്ന ഇഞ്ചിയും വെളുത്തുള്ളിയിലേക്ക് നമുക്ക് സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് അതും കൂടെ നന്നായിട്ട് വാട്ടിയെടുക്കുക. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റി വരണം കേട്ടോ. അത് ഒന്ന് വഴറ്റി നമ്മൾ മസാല ചേർക്കുമ്പോൾ ഒരു മധുരം വരും. അതുകൊണ്ട് നന്നായിട്ട് തന്നെ വഴറ്റി വരണം. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ. അതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിത് ഉള്ളിയൊക്കെ അവിടെ നന്നായിട്ട് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ ഒന്ന് ചൂടാറിയിട്ടുണ്ട്, ഒന്ന് അരച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് അരിഞ്ഞ് തരുന്നൊരു പേസ്റ്റ് പോലെ. ആദ്യം നമ്മൾ വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ, പിന്നെ വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. നന്നായിട്ട് വാടിയൊന്ന ഉള്ളിയിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. വറുത്തരച്ച് വെക്കുന്നത് കൊണ്ട് കുറച്ചധികം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2.5 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി നമ്മളൊരു വലിയൊരു സ്പൂണും പിന്നെ ഒരു കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പച്ചമുളക് ചേർത്തുകൊണ്ട് അത്യാവശ്യം എരിവുണ്ടാവും. പിന്നെ നമ്മൾ ഇറച്ചിയിൽ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. പിന്നെ 1 സ്പൂണ് ചിക്കൻ മസാല, കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇറച്ചിയിൽ മഞ്ഞൾപ്പൊടി ഇട്ടതിനനുസരിച്ചിട്ട് വേണ്ട നമ്മൾ ഉള്ളിയിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാനായിട്ട്. കൂടിപ്പോയ മഞ്ഞളിൻ്റെ ചുവ വരുവേ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ പൊടീൻ്റെയൊക്കെ ഒരു പച്ചക്കുത്തൊക്കെ മാറി ഒരു ബ്രൗൺ കളറാവുന്ന വരെ കരിയാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് വഴറ്റി ഈ പൊടീൻ്റെയൊക്കെ ഒന്ന് മണമൊക്കെ മാറി വരുമ്പോഴാണ് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരു ചെറിയൊരു തക്കാളിയാണിത്. തക്കാളി കുറച്ച് മതി, അല്ലെങ്കിൽ ഒരു പുളിപ്പ് വരും. തക്കാളിയും കൂടി ചേർത്ത് തക്കാളി ഒന്ന് വെന്തുടയുന്ന വരെ നന്നായിട്ട് വാട്ടിയെടുക്കുക.
തക്കാളി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് ഒന്ന് ഉടഞ്ഞു വരണം. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് ഉടഞ്ഞു വരണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇറച്ചി ചേർത്ത് കൊടുക്കാം. ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ട് ഇനി തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. എപ്പോഴും നാടൻ കോഴി കറി വയ്ക്കുമ്പോൾ നല്ല വറുത്തരച്ചിട്ട് വേണം വെക്കാൻ. സാധാരണ വെക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ ടേസ്റ്റിയാണ് വറുത്തരച്ച് വെച്ചാൽ. നന്നായിട്ട് വെന്ത് വന്ന് ഈ മസാലയിലേക്ക് നമുക്ക് ഇറച്ചി ചേർത്ത് കൊടുക്കാം. കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇറച്ചി വേവിച്ചുകൊണ്ട് തന്നെ ഇറച്ചീൻ്റെ ഉള്ളിൽ നന്നായിട്ട് കുരുമുളകിൻ്റെ എരിവൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇനി ഇറച്ചിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഈ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ മുളക് പൊടീൻ്റെ ചിക്കൻ മസാലേൻ്റെ ഒക്കെ എരിവും കൂടെ ഒന്ന് ഇറച്ചിയിലേക്ക് പിടിക്കുകയുള്ളൂ. കുരുമുളകിൻ്റെ എരിവുള്ളത് കൊണ്ട് തന്നെ ഇറച്ചിയിൽ അത്യാവശ്യം എരിവുണ്ടാവും. ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇറച്ചിയൊക്കെ ഇട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ വറുത്തരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പും ഇറച്ചിയിൽ ഉപ്പിട്ടുകൊണ്ട് മസാല ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. തേങ്ങ വറുത്തരച്ചതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ജാറൊന്ന് കുലുക്കിയിട്ട് അതിലുള്ള തേങ്ങയും കൂടെ ഇതിലേക്ക് വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കുക. കറി ഇതവിടെ നന്നായിട്ട് തള വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് ഒന്ന് താളിച്ചൊഴിച്ച് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണയും ചെറിയ ഉള്ളി കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് താളിച്ചൊഴിച്ച് കൊടുക്കണം. കടുകൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഉള്ളി കറിവേപ്പില മാത്രം താളിച്ച് വെച്ചാൽ മതി. ഉണക്കമുളകും വേണ്ട. ഉള്ളിയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറാകുന്ന വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. കറി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമ്മൾ താളിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നാടൻ കോഴി വറുത്തരച്ചത് അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്ന് ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. നമ്മുടെ നിന്ന് എല്ലാ വീഡിയോസും എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.